ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ചർച്ച എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. ഇന്നലെ ചെയ്തത് ശരിയോ തെറ്റോ, അഹങ്കാരി എന്നൊക്കെയാണ് ഒരുപാട് ആളുകൾ പറയപ്പെടുന്നത്. ഇന്നലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി കണ്ടവർക്കറിയാം, ഇന്നലെ കോഹ്ലി സെഞ്ചുറി അടിക്കാൻ നിൽക്കുമ്പോഴാണ് ഹാർദിക്കിന്റെ ആ ഒരു കാട്ടിക്കൂട്ടൽ ആർക്കും ഇഷ്ടപ്പെടാത്തത്. അല്ലെങ്കിൽ പൊതുവെ ഹാർദിക്കിന്റെ പല കാര്യങ്ങളും ഇഷ്ടപ്പെടാറില്ല. ഇപ്പൊ ഞാനൊക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നലെ ഹാർദിക് ക്രീസിൽ ഉണ്ടായിരുന്നെങ്കിൽ കോഹ്ലി ഒരിക്കലും സെഞ്ചുറി അടിക്കില്ലായിരുന്നു. അത് എനിക്കൊരു 99% എനിക്ക് ഉറപ്പാണ്, എനിക്ക് എന്നല്ല പൊതുവെ. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹാർദിക്കിനെ സപ്പോർട്ട് ചെയ്തും എതിർത്തിട്ടും ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാല്, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയാൻ പോണത്. പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടു, ഹാർദിക്കിന് വലുത് ടീമാണ്, അപ്പോൾ ടീമിനെ വിജയിപ്പിച്ചതിൽ എന്താണ് തെറ്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് കളി കഴിച്ചതിൽ എന്താണ് തെറ്റ് എന്നുള്ളത്. അതിലൊന്നും ഒരു തെറ്റുമില്ല, അതൊക്കെ സാഹചര്യത്തിനനുസരിച്ചാവും. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കളിക്കാരന്റെ വ്യക്തിഗത നേട്ടം, അത് 50 ആയിക്കോട്ടെ 100 ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അതേപോലെ തന്നെ സാധ്യത വേറൊരു കാര്യത്തിനും വേണം. ആ ഒരു ടീം വിജയിക്കാനുള്ള സാധ്യതയും കൂടെ വേണം. ഇത് ടീമിന് വിജയിക്കാൻ സാധ്യതയില്ല, സ്വന്തം സെൽഫിഷ്, സ്വന്തം ഒരു 50 ഒരു 100 അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പൊ ഇന്നലെ തന്നെ ഉദാഹരണം എടുക്കാം. ഇന്നലെ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് ജയിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു. ഹാർദിക് മുട്ടി കളിച്ചാലും കോഹ്ലിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും, കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നെങ്കിലും, ഇന്നലത്തെ കളി നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നലത്തെ കളിയാണ് പറഞ്ഞത്, അത് കണ്ടവർക്കറിയാം ഇന്നലെ ഇന്ത്യ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇടയിലാണ് ഹാർദിക് അങ്ങനെ പെട്ടെന്ന് കളി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവണത കൂടിയത്. കോഹ്ലി സെഞ്ചുറിന്റെ അടുത്തായിരുന്നു. ഞാനടക്കം വരുന്ന ഒരുപാട് ക്രിക്കറ്റ് പ്രേമി ഇന്നലെ ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ആകാംക്ഷയോടായിരുന്നു കോഹ്ലി സെഞ്ചുറി അടിക്കുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു രീതിയിൽ. പക്ഷെ അവസാനം നമ്മുടെ കിങ് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു കളിക്കാരന്റെ വ്യക്തിഗത നേട്ടത്തിന് ആ ഒരു വിജയം തടസ്സമല്ലെങ്കിൽ, അതായത് ആ വിജയം തൊട്ടടുത്തുണ്ടെങ്കിൽ, ഈ പറയുന്ന ഹാർദിക് ആയിക്കോട്ടെ ആരാണെങ്കിലും മുട്ടിക്കൊടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ട് ആ പറയുന്ന ആൾക്ക് വ്യക്തിഗതമായിട്ട് നേട്ടമുണ്ടെങ്കിലും അതേപോലെ തന്നെ ടീമിന് വിജയം ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം. പിന്നെ ടീമിന്റെ വിജയം തന്നെയാണ് പ്രാധാന്യം, അതിലൊരു സംശയം വേണ്ട. അവിടെ കോഹ്ലിന്റെ സെഞ്ചുറി ഒന്നുമല്ല, ഇന്ന് ടീമിന്റെ വിജയം തന്നെയാണ് പ്രാധാന്യം. പക്ഷെ ഇന്നലത്തെ കളിയിൽ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാലോ, ഒരു 90% ഇന്ത്യ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ KL രാഹുൽ ഉണ്ട് ബാറ്റ് ചെയ്യാൻ, ജഡേജ ഉണ്ട്, ഇവരൊക്കെ ബാറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഇങ്ങനെ നോക്കുകയാണെങ്കിലും ഇന്ത്യ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നലെ ഹാർദിക് ഗ്രീസിലുണ്ടായിരുന്നെങ്കിൽ കോഹ്ലി ഒരിക്കലും സെഞ്ചുറി അടിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി മറ്റൊരു കൂട്ടര് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ, അതിൽ കുറച്ചൊരു ചിന്തിക്കാനുണ്ട്. അതും കൂടെ ഞാൻ ഇവിടെ ഒന്ന് പറയണം. അതിനുശേഷം നിങ്ങളൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതായത് ഇപ്പോഴും ഇന്ത്യ സെമിയിൽ കടന്നിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് കളി കഴിഞ്ഞാൽ, കാരണം അവസാനം നോക്കുമ്പോൾ റൺ റേറ്റ് ഒക്കെ നോക്കിയിട്ടാണല്ലോ പിന്നെ ആ ഒരു ഇതിലേക്ക് കടക്കല്, സെമിയിലേക്ക്. അപ്പോൾ ഹാർദിക് എത്രയും പെട്ടെന്ന് കളി കഴിച്ചാൽ അത് അവസാനം ആ ഒരു റൺ റേറ്റ് ഒക്കെ നോക്കുമ്പോൾ ഉപകാരപ്പെടും, അല്ലെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആവും, പ്ലസ് പോയിന്റ് ആവും എന്നുള്ളതും ഒരു കൂട്ടർ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പൊ പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ എപ്പോഴും പറയാണ്, ഒരാൾക്കൊരു വ്യക്തിഗതമായിട്ടൊരു നേട്ടമുണ്ടെങ്കിൽ അത് ടീമിനെ ബാധിക്കുന്നില്ലെങ്കിൽ, ടീമിന്റെ വിജയത്തിന് അത് ബാധിക്കുന്നില്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ, അതൊന്ന് രേഖപ്പെടുത്തുക.